പോസ്റ്റ്മാൻ ഇപ്പൊ ഏത് സമയത്ത് അവിടെ തന്നെയാണല്ലോ. ഈ ജാനകി ഇനിയിപ്പം നാണപ്പച്ചേട്ടന്റെ കാര്യം പോക്ക. അല്ലെങ്കിലും അങ്ങനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പൊ അങ്ങനെയൊക്കെ തോന്നും. അതെ, അക്കാര്യം ഞാൻ കേട്ടു. പക്ഷേ ഡൽഹി വരെ പോകേണ്ടി വരും. നല്ല ചില്ലറ ചെലവ് വരും. സാരമില്ല, ഞാൻ കേട്ടു. ഇത് വൈകിട്ട് മന്ത്രിയെ நான் போட்டு கொடுக்கறேன். மோல்ட்டு பலா முட்டு கட்ட போட்டுருக்கேன். வாசி பிடிக்காத மூடு நான் போட்டு தரேன். അങ്ങനെ അണ്ണനെ തല്ലിട്ട് നീ ഓടാടേ. എന്താ തണ്ണിത്? ഓടിങ്ക കൈയെടുക്ക. എന്താണ്? ഓടാ ഓടാ. ആ ലെവലാതി നിങ്ങൾ വെക്ക്. ഞാനങ്ങ് വേർത്ത് പോയി. അയാളെ സമയത്ത് ഏതാടി അയാള്? നിനക്കയാളെ മനസ്സിലായില്ലേ? ഇവിടുത്തെ പുതിയ പോസ്റ്റ്മാനാ. ഉണ്ണികൃഷ്ണൻ പേര്. ഓ അത് ശരി. സിനിമയിലൊക്കെ കാണുന്ന നായകനെ പോലെ ഉണ്ട് അല്ലേ? പാവം, ആ കൊച്ചു പേടിച്ചു പോയി. അതിന് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോണ്ടല്ലേ. ആ പാണ്ടി കാളിമുത്തു അവൻ ഇത്തിരി കാശുള്ളതിന്റെ അഹംഭാവാ. പിന്നെ ഞാൻ ഇടപെടായിരുന്നു പാർട്ടിയുടെ. അതിരിക്കട്ടെ, ഏതാ കുട്ടി? കൊല്ലത്തിയാ, കൊല്ലം നാരായണന്റെ മോള്. ഇവരെ അടുത്താ. ഓ അത് ശരി. അപ്പൊ അവർക്ക് മറ്റാരുമില്ലേ? ഏതോ ഒരു മുറച്ചെറുക്കം മുരുകണ്ടെന്നൊക്കെ പറയുന്നു. ആ തണ്ടപ്പൊരി അവനെയും കാത്തിരിക്ക. എവിടെ നമുക്കൊന്നും ഒരു പ്രയോജനം ഇടുന്നേ. വാ. എന്താപ്പാ, എന്തു പറ്റി? അപ്പനെല്ലാം അറിഞ്ഞു മോളെ. ഏതായാലും അവന്റെ കരണക്കുറ്റിക്കിട്ട് കൊടുത്തത് നന്നായി. എന്റെ മുരുകനൊന്ന് വന്നോട്ടെ. അതുവരെ ക്ഷമിക്കുക ഞാൻ. കാളിമുത്തു അല്ല, ഏത് മുത്തു വന്നാലും ശരി, കണക്കപ്പ തീർക്കും ഞാൻ. അതുവരെ മോളൊന്ന് കണ്ടു അറിഞ്ഞ് നിന്നേക്കണം. ശരിപ്പാ. എത്ര നേരം ഞാൻ കാത്തിരിക്കുന്നു. എന്താ ഉണ്ണിക്കുട്ടൻ എന്താ താമസിച്ച്? ഒന്നുമില്ല. അല്ല, ഇവിടെ വന്ന ഉണ്ണിക്കുട്ടൻ കുളിക്കണമെന്നറിയാം, അതുകൊണ്ട് ചോദിച്ചതാ. പുഴയിലാകുമ്പോ കുളിക്കാൻ സുഖമുണ്ടല്ലോ. ഞാൻ പോയി കുളിക്കട്ടെ.
ഇതാണ് വീടല്ലേ? അതെ. അപ്പനിവിടെ ഇല്ല. ശരി, ഞാൻ വരട്ടെ. അണപ്പന്റെ കടയില് പാലിന് നല്ല കട്ടിയാ, വെള്ളം ചേർക്കില്ല എന്നർത്ഥം. ഇതാ പുഷ്കര ചായ. നാണപ്പേട്ടോ, ഗാട്ടിയിലാണ് നടപ്പിലാക്കിയ പിന്നെ കാർച്ചായത്തിൽ നാണപ്പേട്ടിന് കട ഞാൻ ഉണ്ണികൃഷ്ണൻ. രാധ. മോളെ, നീ വന്നേ. കത്ത്. മുരുകന്റെ എഴുത്താ? ദൈവമേ, ഒന്ന് വായിച്ചു നോക്ക് മോളെ, ഒന്ന് വായിക്കേ. അയ്യോ, മുരുകന്റെ. ഓ ദൈവമേ. എന്നാ ഞാൻ പോട്ടെ. അയ്യോ, അങ്ങനെ പോയാൽ പറ്റില്ല. ആദ്യമായിട്ട് മുരുകന്റെ കത്ത് കൊണ്ടുവന്ന ആളല്ലേ. ഒരു ചായ കുടിച്ചിട്ട് പോവാം. മോളെ, ചായ ഉണ്ടാക്കി പോയി ഇല്ലേ? വാ. നിങ്ങൾ സത്യത്തിൽ പോസ്റ്റ് മാനല്ല, എന്റെ പോസ്റ്റ് മോനാ. ഇഞ്ഞു വന്നേ. വാ വാ വാ. ഇതാര്? നാണപ്പേട്ടനോ? വാ. നല്ല പാലുള്ളതിനാണല്ലോ. എന്നാലും എന്നോട് ചതി വേണ്ടായിരുന്നു. തന്നോണ്ടിരുന്ന പാല് നിർത്തിക്കളഞ്ഞ എന്താ? അത് പിന്നെ എങ്ങനെയാ? പാല് കൊണ്ടുവരുന്ന പെണ്ണിന്റെ പുറത്ത് കയറി കിടന്ന പിന്നെ പെണ്ണ് വരുമോ? അയ്യോ, അത് കയ്യബദ്ധം പറ്റിയതാ. ഒരു കൊലകാരണം. എന്ത് അബദ്ധമായാലും പെണ്ണിനി കടയിലോട്ടില്ല. എന്നാ പിന്നെ പാല് നിങ്ങൾ തന്നാ മതി. അങ്ങനെ നിർബന്ധമാണെങ്കിൽ പെണ്ണിന്റെ അപ്പന്റെ അടുത്ത് കൊടുത്തു വിടാം. അത് വേണ്ട. ഒന്നേ മോള് കൊണ്ടുവരണം, അതെ അമ്മ കൊണ്ടുവരണം. അപ്പം പാല് കൊണ്ടുവരണ്ട. ഉണ്ണിക്കുട്ടിന് അപ്പം മുട്ട എടുക്കട്ടെ? ദിവസവും അപ്പവും മുട്ടയും തിന്നാൻ എനിക്ക് കലക്ടൃദ്യോഗമൊന്നും അല്ലല്ലോ. ഞാനൊരു പാവം പോസ്റ്റ്മാനാ. എനിക്ക് ദോശ മതി. അയ്യോ ചേച്ചി, ചമ്മന്തി മതിയായിരുന്നു. ഓ, ഇത് മുട്ടക്കറിയുടെ ചാറാ.